നമ്മൾ എന്താ പറയുക, എല്ലാ പണ്ടുതൊട്ടേ ഇങ്ങോട്ടുള്ള പാമ്പ് പിടുത്തക്കാരൻ തന്നെ. ഒരു പാമ്പിനെ പിടിക്കുമ്പോൾ ഒരു ആകാംക്ഷ ഉണ്ടാവും, ഇത് ആണാണോ പെണ്ണാണോ. അത് ശരിയാ. അപ്പൊ ഞാനാണെന്ന് പറഞ്ഞാൽ ആണ്, പെണ്ണെന്ന് പറഞ്ഞാൽ പെണ്ണ്. അതിനിപ്പോ അവരെന്റെ വാല് പൊക്കി നോക്കാനോ തല പൊക്കി നോക്കാനൊന്നും പോകുന്നില്ല. അവർക്കൊരു സമാധാനം. നീ ഒരു സംഭവമാ, നീ സെറ്റപ്പാ. താങ്കൾ എന്തിന്റെ അടിസ്ഥാനത്താണ് ഒരു പാമ്പ് ആണാണോ പെണ്ണാണോ ഇത്ര പ്രായം എന്തിന്റെ അടിസ്ഥാനം? നിങ്ങൾ ഈ ചോദ്യം, നിങ്ങൾ വായിക്കുന്ന ചോദ്യം എന്തുകൊണ്ട് റോമനസ് വിറ്റേക്കറിനോ ചോദിക്കുന്നില്ല? വെയിറ്റ് ചെയ്യും മനുഷ്യൻ, ഞാൻ പറയട്ടെ. അദ്ദേഹത്തിന്റെ ബുക്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, പാമ്പിന്റെ തല നോക്കിയും ശൽക്കങ്ങൾ നോക്കിയും ടൈലിന്റെ എൻഡ് നോക്കിയും ആണും പെണ്ണും പറയാൻ പറ്റുന്ന പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നില്ല? വാവാ സുരേഷിന് മാത്രം ചോദിക്കണേ. മുട്ടി നിൽക്കാൻ പറ്റില്ല നിനക്ക്. സുരേഷ് നിങ്ങളൊരു ശത്രുവായിട്ടാണോ കാണുന്നത്? മനുഷ്യന് അസൂയ പാടില്ല. അനുലൂട്ടി നന്നായി പോയത് അവന് സഹിച്ചില്ല. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് മുമ്പ് വന്ന ഇവരെല്ലാം തട്ടിപ്പുകാരായിരുന്നു. ഞങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഏതെങ്കിലും പാമ്പ് കൊടുത്ത കാര്യം ചത്തിട്ടുണ്ടോ, മരിച്ചിട്ടുണ്ടോ? ഒരുപാട് ഇഷ്ടം പോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം 9 പേര് ഈ 5 വർഷത്തിനുള്ളിൽ ഈ സർപ്പ ലൈസൻസിൽ ഉള്ള ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ഇല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമോ? ഓ, എന്നാ പിന്നെ പേടിക്കണ്ട. ഒരു മറുപടി എന്നറിയാം. ഒരു മിനിറ്റ്, നിങ്ങൾ സത്യം പറഞ്ഞാൽ റോഷൻ ജി, നിങ്ങളുടെ ഏരിയ ആണ് നമ്മുടെ എന്താ പറയുക കിള്ളിപ്പാലം ഭാഗമൊക്കെ വരാൻ പോകുന്ന എന്റെ മനസ്സ് പറയുന്നു അല്ലെ? അവിടെ ഒരു പാമ്പിനെ പിടിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഷിബു 2 വർഷങ്ങൾക്ക് മുന്നേ മരിച്ചു. പൊന്മുടിക്ക് അകത്ത് വെച്ചാണ് മരിക്കുന്നത്. കാട്ടിനകത്ത് വെച്ച് കടിയേറ്റാണ് മരിക്കുന്നത്. പാമ്പ് കൊടുത്തക്കാരനാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ അതിന്റെ എന്തെങ്കിലും അന്വേഷണം നടന്നിട്ടുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? ആ മരിച്ച സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ല കാര്യം, അത് നല്ല കാര്യം. ഇയാൾ പറഞ്ഞ വളരെ നല്ല. കാരണം ഞാൻ നിങ്ങളെ കുടുംബത്തിൽ അല്ല, അത് ശരിയാ. അതുകൊണ്ട് ആരെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞാൽ വനം വകുപ്പ് അല്ലെങ്കിൽ റെസ്ക്യൂ സാറിലും മരിച്ചു പോയാൽ വിതരണം ചെയ്യുന്ന മനുഷ്യനാണ്. കണ്ണി ചോരയില്ലാതെ പറയുന്ന പറച്ചില് കേട്ടില്ലേ? ഞാൻ മറ്റേ അവിടെ AK-47 ആകാശത്ത് വെടിവെച്ചോണ്ടിരിക്കുക. തീർന്നില്ല. അവർക്കൊരു മറുപടി എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? അല്ല, കഴിഞ്ഞ ഒരു 6-7 ദിവസങ്ങൾക്ക് 2 ആഴ്ചക്ക് മുന്നേ കണ്ണൂർ ചെറുപ്പം റേഞ്ച് ഓഫീസർ ഡ്രൈവർക്ക് പാമ്പ് പിടി. അതും ഇതും പറഞ്ഞ് വെറുതെ എന്നെ വിഷമിപ്പിക്കണ്ട കേട്ടോ. ഒരു കുഞ്ഞുങ്ങൾ അറിഞ്ഞില്ല. ഞായറാഴ്ച മുതൽ ഞായറാഴ്ച ഒരു ഹോസ്പിറ്റലിൽ കിടന്നു. ഒരു വാർത്തയും വന്നില്ല. എനിക്ക് കോട്ടയത്ത് വെച്ചൊരു കടി കിട്ടിയപ്പോ ഒരു അധികാരി വന്ന് ലൈവായി പറഞ്ഞത് നിങ്ങൾ കണ്ടായിരുന്നോ? ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല. കാര്യം കണ്ടായിരുന്നു. എന്നെ കുറിച്ച് വളരെ മോശം. അതിന് എന്നെ കുറിച്ച് വളരെ, എനിക്ക് കടി കിട്ടുന്നതിനെ കുറിച്ച് വളരെ മോശം ആണെന്ന് ഞാൻ പറയുന്നത്. ഞാൻ ഇറങ്ങി വരുമ്പോ എന്താ പറഞ്ഞെങ്കിലും ഓക്കെ, നീ കാണിച്ച ശരിയായില്ല, നീ ഇങ്ങനെ എന്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ കിടന്ന സമയത്ത് മോശം പറഞ്ഞോണ്ട് ഞാൻ എതിർക്കുന്നത്. മോശമായി പോട്ടോ, ഭയങ്കര മോശമായി പോയി. അന്ന് മിനിസ്റ്റർ ശ്രീ വാസവൻ സാർ അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരുമ്പോ. അന്ന് വാസവൻ സാർ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്താ പറഞ്ഞിട്ടുണ്ടാവാ? നീ കണ്ടത് എന്താണെന്ന് പറ. അതായത് ഇനി മുതൽ വാവാ സുരക്ഷാ ക്രമീകരണങ്ങളോടെ റെസ്ക്യൂ ചെയ്യുന്ന മുഴുമിക്കട്ടെ, ക്രമീകരണങ്ങളോടെ റെസ്ക്യൂ ചെയ്യുള്ളൂ എന്ന്, അല്ലെങ്കിൽ പാമ്പ് പിടിക്കും ഞാൻ പറഞ്ഞിട്ടില്ല. വാവാ സുരേഷ് ഞങ്ങളുടെ ശത്രുവാണെന്ന് പറയുന്നുണ്ടല്ലോ. ഇത് വലിയ കുരിശായല്ലോ. ഞാനത് വിശ്വസിക്കില്ല. നിങ്ങൾ ശത്രുവല്ല, നിങ്ങൾ ഭയങ്കര സ്നേഹമോ. ആയിക്കോട്ടെ, അംബാസിഡർ ആക്കാൻ വരെ റെക്കമെൻഡ് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. ഭയങ്കരം തന്നെ റെക്കമെൻഡ് ചെയ്തു. നോഡൽ ഓഫീസറുടെ അടുത്ത് ഞാൻ സംസാരിച്ചു. ഇനി വൈകിട്ടില്ല. തീർച്ചയായും ഇനിയും സുരക്ഷിതമായിട്ട് ഹാൻഡിൽ ചെയ്യണം. എന്റെ പൊന്നോ വേണ്ട. ഷാജി, താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.